അതെ, 3-4 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും നേരെ ചൊവ്വനെ എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പം നാട്ടിൽ നിന്ന് ബഹ്റൈനിലേക്ക് വന്നു. ജോലിക്ക് കയറേണ്ട ടൈമുണ്ട്. ആകെപ്പാട് ഒരു മാസം ലീവിനായിരുന്നു പോയത്. ലീവ് കഴിഞ്ഞ് നേരെ തിരികെ വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ റൂംമേറ്റ് ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ചേച്ചി, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓണ സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചില്ല. അപ്പം എന്തായാലും ഞാൻ പോയില്ലേ, അപ്പം ഞാനും കൂടെ വന്നിട്ടങ്ങ് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ഓണ സെലിബ്രേഷനൊക്കെ അടിച്ചു പൊളിച്ചു. ഇവിടെ കേരള സമാജത്തിൽ ചിത്ര മേഡത്തിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയി. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്നാലും നിങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും കാണാണ്ടാവുമ്പം എന്താ പറ്റിയ ചേച്ചി, അല്ലെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജൊക്കെ വിടായിരുന്നു. എന്താ പറഞ്ഞ, വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ ശല്യം ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ രീതിയിലിരിക്കുമായിരുന്നു. എന്താ ഇടയ്ക്കിടയ്ക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു കേട്ടോ. ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് അടിയിൽ ഒരു മെസ്സേജ്, ഒരു കമൻറ്റ് എന്തെടുക്കുവാണ്, എന്താ പറ്റി, ഒരനക്കവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമായിരുന്നല്ലോ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഒരു ദിവസം ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ മറക്കും. അത് കാരണമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു ലൈക്ക് നിങ്ങൾ തന്നോ? എനിക്ക് ശരിയാക്കി തരാട്ടോ. ഞാനിപ്പം ജോലിക്ക് വന്നു. ഇനി എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ട് റൂമിൽ ഇരിക്കുന്ന ടൈമില്ലേ, അപ്പം ഞാൻ ശരിയാക്കി തരാട്ടോ നിങ്ങളെ, കേട്ടോ.